കിളിവാതിൽ മലയാളം മിഷൻ പഠന കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. കിളിവാതിലിൽ ആദ്യം മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ കാവ്യലോകത്തെ പരിചയപ്പെടാം. അവതരണം മലയാള മിഷൻ ഭാഷാ അധ്യാപകൻ ഡോക്ടർ MD ശശി. പി കുഞ്ഞിരാമൻ നായർ 1906 ഒക്ടോബർ 26 കാസർഗോഡ് ജില്ലയിലെ അജാനൂരിൽ ജനിച്ചു. വെള്ളിക്കോത്ത് പ്രൈമറി സ്കൂൾ, പുന്നശ്ശേരി നമ്പിയുടെ ശിഷ്യനായി പട്ടാമ്പി സംസ്കൃത ഗുരുകുലം, തഞ്ചാവൂർ സംസ്കൃത പാഠശാല എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം ചെയ്തു. അധ്യാപകനായിരുന്നു. കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി, രഥോത്സവം, താമരത്തോണി തുടങ്ങിയവ പ്രധാന കൃതികളാണ്. മദ്രാശി സർക്കാർ, കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 60-ലേറെ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പി കുഞ്ഞിരാമൻ നായർ 1978 മെയ് 27 മലയാളിയെ വിട്ടുപോയി. വിരഹവേദനയും ഗൃഹാതുരതയും തന്നെയാണ് പി കവിതയുടെ മുഖമുദ്ര. കൈവിട്ടു പോന്ന ശൈശവം, ധിക്കരിച്ചുപേക്ഷിച്ചു പോന്ന ഇഷ്ടജന സമ്പന്നമായ തറവാട്, പൂർണ്ണമായി സ്വന്തമാക്കാത്ത വിദ്യ, നിന്ദിക്കപ്പെട്ട സമ്പൂജ്യ ഗുരുജനം, ഇവയെപ്പറ്റിയുള്ള നഷ്ടബോധം വ്യക്തിതലത്തിലും അവ പ്രതീകാത്മകമായി തീരുമ്പോൾ സമൂഹതലത്തിലും മാനങ്ങൾ കൈവരുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെത്. അനന്തൻകാട്ടിൽ, മൺകുടത്തിൻ്റെ വില, കളിയച്ചൻ, താമരത്തോണി എന്നിവയാണ് പ്രധാന കൃതികൾ. മംഗളാശംസ, തീപ്പൊരികളുടെ പാട്ട്, നഗ്നകേരളം, നരബലി തുടങ്ങിയ കവിതകൾ ധർമ്മരോഷം പൊട്ടിച്ചീറുന്നവയാണ്. മാതൃഭാഷയെയും ഭാരതീയ സംസ്കാരത്തെയും അവഗണിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം, സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ഭരണകർത്താക്കൾ മുതലായി നിലവിലുള്ള വ്യവസ്ഥകളിൽ പലതിൻ്റെയും നേരെ രോഷാഗ്നി വമിക്കുന്ന കൃതികൾ അദ്ദേഹത്തിൻ്റെതായി ധാരാളമുണ്ട്. ഇമേജുകളുടെ ഘോഷയാത്ര ഇത്രയേറെ വൈവിധ്യങ്ങളോടെയും ആവർത്തന കൗതുകത്തോടെയും സംഘടിപ്പിച്ചിട്ടുള്ള മലയാള കവികൾ വേറെയില്ല. ഒരു ഇന്ദ്രജാലക്കാരനെ പോലെ ഒരാശയബീജത്തിൽ നിന്ന് ഭാവപുഷ്പ ഫലപൂർണങ്ങളായ കാവ്യബിംബലതകളെ നിമിഷനേരം കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുന്ന കവിയാണ് പി. എത്രയെത്രയോ കാവ്യബിംബങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതയിൽ നിന്നും ഉദാഹരിക്കാൻ കഴിയും. ഓലക്കുട പൊക്കിപ്പിടിച്ച കരിമ്പനയമ്മാവൻ, ഘോരമായ കാറ്റും മഴയും വന്നപ്പോൾ പേടിച്ച് വിറച്ചു നാമം ജപിക്കുന്ന കന്തപ്പന, തീരത്തെ കെട്ടിപ്പിടിക്കുന്ന കൊച്ചോളങ്ങൾ, തങ്ക കടുക്കനണിഞ്ഞ മുക്കുറ്റിപ്പൂവ്, വടക്കൻ പാട്ടിനോട് ഓണത്തല്ലിനൊരുങ്ങുന്ന തെങ്ങുകൾ, ഇങ്ങനെ പോകുന്നു അവ. നമുക്ക് അന്യപ്പെട്ടുപോയ തനതു സംസ്കാരത്തിൻ്റെ മഹനീയത മുഴുവൻ പി സ്വന്തം സൃഷ്ടികളിലൂടെ തിരിച്ചെടുക്കുകയായിരുന്നു. ഏത് അധിനിവേശത്തിൻ്റെയും ആക്രാമക ശക്തികൾക്ക് കീഴ്പ്പെടുത്താനാകാത്ത ഇന്ത്യയുടെ ആത്മാവിന് പി തൻ്റെ അനന്തര രചനകളിലൂടെ കാവൽ നിൽക്കുകയായിരുന്നു. അപ്രതിരോധ്യമായ ഈ ശക്തിയാണ് പിയുടെ കവിതകളിലും പ്രബന്ധങ്ങളിലും നാം കണ്ടിട്ടുള്ളത്. കവിതകളും കഥകളും ആത്മകഥകളും ജീവചരിത്രങ്ങളും നാടകങ്ങളും ലേഖനങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ സാമ്രാജ്യമാണ് പിയുടേത്. വാസ്തവത്തിൽ അദ്ദേഹം എഴുതിയതത്രയും കവിതയായിരുന്നു. ഏതോ രാശിയിൽ കാലതെറ്റിപ്പിറന്ന പി കുഞ്ഞിരാമൻ നായർ എന്ന മഹാപ്രതിഭ സ്വപ്നജീവിയോ ഭ്രാന്തനോ കവിതാക്കമ്പം കയറി ജീവിതത്തിൽ വഴിതെറ്റിയവനോ എന്നെല്ലാം നിർണയിക്കാൻ കഴിയുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോയിട്ടുള്ളത്. ആത്മകഥയിൽ ഞാൻ എന്താണെന്ന് തിരഞ്ഞ് മതിയാവാതെ ആത്മകഥ എഴുത്തിൻ്റെ സർവ്വ പാരമ്പര്യത്തെയും തകർത്ത് 3 ആത്മകഥ എഴുതി മതിയാവാതെ ആ പേരിൽ ഒരു ലേഖനവും എഴുതി അവനവനെ തിരഞ്ഞ് തൃപ്തിയുണ്ടായിട്ടില്ലാത്ത കവിയാണ് പി. പി ആണോ, അദ്ദേഹത്തിൻ്റെ കവിതകളാണോ ആത്മകഥകളാണോ മികച്ച കൃതിയെന്ന് ആർക്കും പറയാൻ കഴിയില്ല. സ്ഥലത്തിലൂടെയും കാലത്തിലൂടെയും ഒരേ സമയം വേറിട്ട് സഞ്ചരിച്ച അവധൂത ജന്മമായ ഒരു സഞ്ചാരപ്രണയി പിയിൽ നിറവേറുന്നുണ്ട്. മലയാള കവിതയിൽ അവധൂതൻ എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടത് പി കുഞ്ഞിരാമൻ നായരെ കുറിച്ചാണ്.
എല്ലാ ലൗകിക ബന്ധങ്ങളെയും അറുത്തുമുറിച്ചവനാണ് അവധൂതൻ. എന്നാൽ പി ലൗകിക ബന്ധങ്ങളെ അറുത്തുമുറിച്ചവനല്ല. അവനവൻ്റെ കലയോടൊപ്പം ജീവിതവും കലയാക്കിയതിൻ്റെ പേരിലും നിത്യസഞ്ചാരി ആയതിനാലുമാണ് ഈ അവധൂത പരിവേഷം അദ്ദേഹത്തെ തേടി വന്നത്. കവിത തേടി ദേശമാകെ അലഞ്ഞ പിക്ക് ജീവിതവും യാത്രയും രണ്ടായിരുന്നില്ല. കണ്ടുമുട്ടിയവരുടെ ചരിത്രത്തിലൂടെ അവനവനെ അവതരിപ്പിക്കുകയാണ് പേയുടെ ആത്മകഥകൾ. പേയുടെ യാത്രാവിവരണങ്ങൾ തന്നെയാണ് പേയുടെ ആത്മകഥകൾ. നിത്യ കന്യകയെ തേടിയുള്ള നിത്യസഞ്ചാരം തന്നെയായിരുന്നു പി കുഞ്ഞിരാമൻ നായർക്ക് ജീവിതം. കവിതയൊഴിഞ്ഞ നേരമുണ്ടായിരുന്നില്ല കവിക്ക്. എന്നിട്ടും കേരളീയ പാരമ്പര്യത്തിൻ്റെ അടിത്തട്ട് വരെ ദർശനീയമാകുന്ന നിരവധി ലേഖനങ്ങൾ പേയുടേതായി ഉണ്ടായിട്ടുണ്ട്. ആ ലേഖനങ്ങളിൽ പലതിൻ്റെയും അടിത്തട്ട് യാത്രകൾ തന്നെയായിരുന്നു. അത് ദേശങ്ങളിലൂടെ, കൃതികളിലൂടെ, തന്നിലൂടെയുള്ള യാത്രയായിരുന്നു. അതിലും കവിക്ക് കാരണമാകുന്ന അതേ വേദനകൾ തന്നെയാണ് കവിയുടെ ലേഖനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ജനിച്ച നാടിനും വീടിനും എന്നും വിരുന്നുകാരനായിരുന്നു കവി. ഇരിക്കപ്പുറതിയില്ലാത്ത ഈ സഞ്ചാരി പിറന്ന മണ്ണിനെയും വീടിനെയും സ്നേഹിച്ചിരുന്നോ എന്ന് സംശയം ഒരുപക്ഷെ നമുക്ക് തോന്നിയിരിക്കാം. തൻ്റെ ദേശമായി കേരളത്തെയും കാലമായി മാറി മാറി വരുന്ന ഋതുക്കളെയും സ്വീകരിക്കുകയും സമസ്ത കേരളം പിയോ എന്ന വിലാസം നേടിയെടുക്കുകയും ചെയ്ത കവി അടിമുടി സ്നേഹത്തിൻ്റെ കവിയാണ്. കവിതയുടെ പാൽനിലാവ് ഓരോ മലയാളിക്കും അമ്മിഞ്ഞപ്പാല് പോലെ അനുഭവവേദ്യമാക്കിയ പി കുഞ്ഞിരാമൻ നായർക്ക് പ്രണാമം അർപ്പിക്കുന്നു. ഇത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. കിളിവാതിലിൽ ഇനി കാവ്യരചനയുടെ നവ്യപാഠങ്ങൾ ഭാഗം 7. അവതരണം മലയാള മിഷൻ റിസോഴ്സ് അധ്യാപകൻ എടപ്പാൾ സി സുബ്രഹ്മണ്യൻ, നീതു സി സുബ്രഹ്മണ്യൻ. കാവ്യരചനയുടെ നവ്യപാഠങ്ങൾ ഭാഗം 7. അവതരണം എടപ്പാൾ സി സുബ്രഹ്മണ്യൻ, നീതു സി സുബ്രഹ്മണ്യൻ. പ്രിയപ്പെട്ടവരെ, പദ്യത്തിൽ ഒരു പ്രസംഗം നടത്താനാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നിർദ്ദേശിച്ചിരുന്നത്. അങ്ങനെ ഒന്ന് നടത്തി നോക്കിയാലോ? വിഷയം എന്താകണം? മലയാളത്തെക്കുറിച്ച് തന്നെ ആയാലോ? എങ്കിൽ തുടങ്ങിക്കോളൂ. വശ്യവജസായ മഹാകവി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ മനസ്സിലുണ്ടല്ലോ. സർവർക്കും നമസ്കാരം. ഇന്നു ഞാൻ സംസാരിക്കും വിഷയം എന്താണെന്നോ? നമ്മുടെ മലയാളം. കേട്ടാലും കൂട്ടുകാരെ, എന്താണു മലയാളം എന്നുള്ള വാക്കിനർത്ഥം അറിയാം നമുക്കൊക്കെ. എന്താണു മലയെന്ന് എങ്കിലോ തുടർന്നുള്ള അക്ഷരം രണ്ടുണ്ടല്ലോ. ആളമെന്നാൽ എന്താണ്? പണ്ഡിതർ പലതുണ്ട് ചൊല്ലുന്നു, അതിലൊന്ന് അളത്തിനർത്ഥം സ്ഥലം അഥവാ ദേശം തന്നെ. മലകൾ നിറഞ്ഞൊരു നാടിത് മലയാളം. മറ്റൊരു വിധത്തിലാണ് അപരർ ചൊല്ലുന്നത്. അളമെന്നല്ല വാക്ക്, ആളമാണത് നോക്കൂ. എങ്കിലോ അർത്ഥം ചൊല്ലാം, ആളുന്നതല്ലോ ആളം. തീയാളിപ്പടരുമ്പോൾ കാണുന്നു അഗ്നിക്കൂട്ടം. മലതൻ കൂട്ടം തന്നെ അപ്പോഴും മലയാളം. ഇനിയും വഴിയുണ്ട് മലയാളത്തിൻ വഴി. അളമെന്നതുമല്ല, ആളമെന്നതുമല്ല. ഉത്തരപദമതു ആഴമെന്നതാണത്രേ. അളത്തെ ചൊല്ലി ചൊല്ലി ആഴമായതാണത്രേ. ആഴമുള്ളത് ആഴി കേരളക്കരയുടെ. കരയായി കസവായി കിടപ്പു പാരാവാരം. പണ്ടൊരു മുനിയുടെ മഴുവിൽ നിന്നും ജന്മം
കൊണ്ടതാണല്ലോ നന്മ പൂക്കുന്ന മലനാട്. നമ്മുടെ നാടിൻ പേരും ഭാഷതൻ പേരും തമ്മിൽ ഇല്ലൊരു ഭേദം, രണ്ടും മാതാക്കളല്ലോ അവർ. ഇനിയും മലയാള വേരുകൾ തേടിപ്പോകാൻ തുനിയും പുതുപുത്തൻ നമ്മുടെ തലമുറ. നേരുന്നു അവർക്കൊക്കെ ഭാവുകം സാഹ്ലാദം. ഞാൻ തൽക്കാലം നിർത്തട്ടെ എൻ്റെ ഈ ചെറിയതാം ഭാഷണം. ചൊല്ലട്ടെ ഞാൻ എല്ലാവർക്കും കൃതജ്ഞത. ആഹാ, മലയാളത്തിൻ്റെ അർത്ഥം, ഉത്ഭവം തുടങ്ങി എത്ര കാര്യങ്ങൾ മനോഹരമായി ഈ കവിതാപ്രസംഗത്തിൽ അവതരിപ്പിച്ചു. എങ്കിൽ ഞാനും ഒരു ശ്രമം നടത്തട്ടെ. നവംബർ 14 ദേശീയ തലത്തിൽ നാം ശിശുദിനം ആഘോഷിച്ചില്ലേ? കുട്ടികളെ സംബന്ധിച്ചാകാം പ്രസംഗം. വന്ദനം നമസ്കാരം വേദിയിലിരിപ്പോർക്കും സദസ്സിൽ സന്നിഹിതരായവർക്കെല്ലാവർക്കും. കുട്ടികൾക്കായിട്ടൊരു ദിനമാചരിച്ചു നാം. കുട്ടികൾ നാട്ടിൽ തീർപ്പു നവചൈതന്യം നിത്യം. സർവർക്കും അവർക്കായി കരുതിയിടുന്നു മർത്യൻ. തൊട്ടിലും പാൽക്കുപ്പിയും കട്ടിലും കളിക്കോപ്പും. വിദ്യകൾ നൽകിയിടുവാൻ സ്കൂളുകൾ കലാലയം. മാനവ സ്വപ്നം പൂക്കും കൽപ്പവൃക്ഷം കുട്ടികൾ. സ്വർഗത്തിൽ നിന്നും പറന്നെത്തുന്ന ശലഭങ്ങൾ. എന്നിട്ടുമെന്തേ ഭൂവിൽ കുട്ടികളെല്ലാവർക്കും. പിറന്നു കഴിഞ്ഞാലും പറക്കാനാവുന്നില്ല. പട്ടിണി പരിവട്ടം കൂട്ടിലിട്ടടയ്ക്കുന്നു. പഠനം കിട്ടാ കുട്ടി പാടത്തു പണിയുന്നു. പഠക്കശാലയ്ക്കുള്ളിൽ പിടഞ്ഞു പൊലിയുന്നു. ജവഹർ കോട്ടിൽ തുന്നി വെച്ചൊരു പനിനീരായി കുട്ടികൾക്കിരിക്കുവാൻ. കൂട്ടമായി ശ്രമിക്കുക, അവർക്കായി വേണം വിദ്യ, അവർക്കായി വേണം നീതി. അവർക്കു സ്വപ്നം നൽകി പറക്കാൻ ചിറകേകാം. ഇത്രയും പറഞ്ഞു ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. കേട്ടവർക്കെല്ലാവർക്കും നന്ദിയും ചൊല്ലുന്നു ഞാൻ. മറ്റൊരു താളത്തിലാകട്ടെ അടുത്ത പ്രസംഗം. കേകയ്ക്ക് പുറമേ കാകളിയും അഭ്യസിച്ചതല്ലേ? സഭയ്ക്ക് വന്ദനം, ഏവർക്കും കൂപ്പുകൈ. എനിക്കു കിട്ടിയ വിഷയം വായന. മനുഷ്യ ജീവിതം മൃഗത്തിൽ നിന്നുള്ള പരിണാമത്തിൻ്റെ അടിസ്ഥാനശില. വായിച്ചു വളരാം പറഞ്ഞു മഹാന്മാർ. വായിക്കാതിരുന്നാൽ വളഞ്ഞും കുനിഞ്ഞും ദ്രവിച്ചും നശിച്ചും പോകുന്നു ജീവിതം. കുട്ടിക്കു നുണയാൻ ബാല്യത്തിലെത്തണം മിഠായി കണക്കെ ഉത്തമ പുസ്തകം. വിശക്കും മനുഷ്യ എടുക്കൂ പുസ്തകം. അടരാടാനുള്ള ആയുധമാണെന്ന് പറഞ്ഞു മഹാന്മാർ പല വട്ടം. ഇത്രയും പറഞ്ഞ് വാക്കുകൾ ചുരുക്കി നന്ദി ചൊല്ലുന്നു ഞാൻ. സർവർക്കും മംഗളം. ഇതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? എന്തു പറയുന്നതും അത് പദ്യത്തിലാകുന്നതല്ലേ ഉചിതം. മനുഷ്യ ജന്മമായി പിറന്ന നാൾ മുതൽ പഠിച്ചു നാം നിത്യം പരിശീലിച്ചു നാം. പിച്ച വെച്ചിട്ടല്ലേ നടക്കാൻ പഠിച്ചു. കൊഞ്ചിയല്ലേ സംസാരിച്ചതു നാം. പിഴച്ചു എഴുത്തിൽ അക്ഷരം മറന്നു. പിന്നീടു വളർന്നു വാക്കുകൾ കരുത്തായി. ശരിയിൽ നിന്നല്ല തുടക്കം ചെയ്തിട്ടു ശരിയിൽ എത്തിയിടുമെന്നതു വാസ്തവം. അതുകൊണ്ട് ലക്ഷ്യത്തിലെത്താൻ ഉള്ള
ചുവടുവെപ്പുകളാണ്. ഓരോ തവണയും ചെയ്യുന്ന ഓരോ ശ്രമവും നിത്യാഭ്യാസി ആനയെടുക്കുമെന്നാണല്ലോ പഴമൊഴി. താളത്തിൽ ഊന്നിക്കൊണ്ട് വൃത്തത്തിലേക്ക് ദൃഷ്ടി വായിച്ചുകൊണ്ട് പ്രസംഗ പരിശീലനത്തിൻ്റെ ആദ്യ ചുവടുകൾ വയ്ക്കുക മാത്രമാണിന്ന് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ ചെയ്യുമ്പോൾ വാക്കുകൾ സേവകരായി നമുക്ക് മുന്നിൽ വന്ന് അനുസരണയോടെ കുമ്പിട്ടു നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ഈ അഭ്യാസം ആവർത്തിക്കുമ്പോൾ നാം ചെന്നെത്തുന്ന ലോകം കമനീയമാണ്, കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. പിന്നീട് നമുക്ക് വാക്കുകളുടെ ചിറകിൽ പറക്കാം, ഇഷ്ടമുള്ള ഇടങ്ങളിലേക്ക്. അവിടെ വാക്കുകളെ പൂക്കളാക്കാം, നക്ഷത്രങ്ങളാക്കാം. താരാപഥങ്ങളിൽ കൊതി തീരും വരെ തീർത്ഥാടനം നടത്താം. മലയാളത്തിലെ ഒട്ടേറെ കവികൾ വാക്കുകളെ ഹൃദയത്തിൽ ആവാഹിച്ച് കവിതകൾ എഴുതി വിസ്മയം സൃഷ്ടിച്ചവരാണ്. കവിയും കവിതയും പ്രപഞ്ചവും തമ്മിൽ തന്മയീഭാവം തീർത്ത പി കുഞ്ഞിരാമൻ നായരെ പോലെ എത്രയെത്ര കവികൾ. ഇടവപ്പാതി മഴ പോലെ വിഷയവും ഭാവനയും രചനാശില്പവും വരികളും ഒന്നായി ഉണർത്തുന്ന ദിവ്യ പ്രചോദനത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ ഒരു കവിത ചൊല്ലൂ. കുളിച്ചു പൂപ്പൊലിപ്പാട്ടിൽ വിളിച്ചു മലനാടിനെ, ഒളിച്ചു പൂക്കളം തീർത്തു കളിച്ച പുലർവേളകൾ. പറന്നുപോയി പഞ്ചവർണ്ണ കിളിക്കൂട്ടങ്ങൾ പോലവേ കുന്നിൻ ചെരുവിൽ ഓണപ്പൂ കുമ്പിളേന്തിയ സന്ധ്യകൾ. കാവിമണ്ണിഴുകും കൊമ്പുകുലുക്കി താടയാട്ടിയും കുതിച്ചു പാഞ്ഞു ചിങ്ങപ്പൂ തേരിൽ പൂട്ടിയ കാളകൾ. കണ്ണീരണിഞ്ഞു കുഗ്രാമലക്ഷ്മി നോക്കിയിരിക്കവേ കേവഞ്ചി കേറിപ്പോയി ഓണവെണ്ണിലാവണിരാവുകൾ. യാത്ര ചോദിച്ചു പോകാനായി മണിമുറ്റത്തു നിൽക്കയാം പെരുമാളുടെ പൊന്നോണ വില്ലു ചൂടിയ തുമ്പകൾ. താരുണ്യം കൂമ്പിടും മാറുതുളുമ്പിക്കറ്റവാർക്കുഴൽ അഴിഞ്ഞു പൂങ്കവിൾ തട്ടിൽ അഴകിന്നിതൾ ചിന്നിയും. അഞ്ജന കൺകോണിൽ നിന്ന് നീലരത്നാപതൂകിയും നിശ്വാസവായുവിൽ ശുദ്ധി സൗരഭങ്ങൾ പരത്തിയും. പൂനിലാവിൽ മുങ്ങിനീരും ആമ്പലപ്പൂ പോലവേ മലഞ്ചെരുവിലാ പുള്ളിമാൻകിടാവെന്ന പോലവേ. കസ്തൂരിക്കുറി പൂശുന്ന വരമ്പിൻ വക്കിലൊക്കെയും കാൽവെപ്പിനാൽ പൂനിരത്തി രമ്യശാരദ കന്യക. കസ്തൂരിക്കുറി പൂശുന്ന വരമ്പിൻ വക്കിലൊക്കെയും കാൽവെപ്പിനാൽ പൂനിരത്തി രമ്യശാരദ കന്യക. പദ്യത്തിലെ പ്രസംഗങ്ങൾ നിത്യപരിശീലനങ്ങൾ കൊണ്ട് പി കുഞ്ഞിരാമൻ നായരുടെ കവിതകൾ പോലെ നമുക്ക് കാവ്യാത്മകമാക്കാം, അതികമനീയമാക്കാം. അമ്മ മലയാളം, ഉമ്മ മലയാളം. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. മലയാളം മിഷൻ ഭൂമി മലയാളം റേഡിയോ മലയാളം അക്ഷരോത്സവം 2020 പ്രത്യേക പരിപാടി 1 മിനിറ്റിൽ മലയാളം. സൗദി അറേബ്യ ദമാമിലെ ഐശ്വര്യ യു.
കളവ്, കക്ക, കക്ഷൻ, കക്ഷി, കങ്കാരു, കളം, കങ്കാണി, കങ്കാളം, കച്ച, കച്ചറ, കച്ചവടം, കച്ച്, കച്ചേരി, കഞ്ഞി, കട, കടം, കടത്ത്, ബോട്ട്, കടത്തെരുവ്, കടത്ത്, കടപ്പാട്, കടപ്പുറം, കടമ, കടല, കടലമാവ്, കടലാമ, കടലാസ്, കടലിടുക്ക്, കടലോരം, കടല്, കടൽ കന്യക, കടൽ ജീവി, കടവ്, കടാക്ഷം, കടി, കടുക്, കടുക്ക, കടുപ്പം, കടുവ, കട്ട, കട്ടപ്പാറ, കട്ടി, കട്ടി, കടലാസ്, കട്ടില്, കടാര, കഠിനം, കഥാകാരൻ, കർക്കിടക മാസം, കർക്കിടക രാശി, കശാപ്പുകാരൻ, കാലിയിക്കം, കുട്ടി, കുഴലി, കൊള്ള, സംഘം, കൈ, അക്ഷരം, കോല്, കോലം, കാക്ക, കഥ, കപ്പൽ, കലം, കൈ, കട്ടിൽ, കനകം, കിരീടം, കീടം, കണവ, കവണ, കഥകളി, കയർ, കപ്പ, കുടം, കുയിൽ, കാട്, കാറ്റ്, കമലം, കാവ്യം, കവിത, കണ്ണ്, കത്തി, കത്രിക, കനൽ, കുതിര, കലാശം, കബഡി, കപ്പിത്തൻ, കപ്പൽ, കരൾ, കണിക്കൊന്ന, കതിർ, കായ, കായം, കാശ്, കരം, കൈപ്പക്ക, കപ്പലണ്ടി, കവിൾ, കാത്, കത്ത്, കണക്ക്, കാപ്പി, കമ്മൽ, കൊലുസ്, കുട, കലം, കുരുവി, കോമളം, കോട്ട, കരം, കല്ലി, കനം, കരടി, കവയത്രി, കറുപ്പ്, കുപ്പി, കസേര, കരിക്ക്, കേരം, കേരളം, കാച്ചിൽ, കുരുമുളക്, കോടാലി, കൊച്ചി, കോവളം, കഴുത്ത്, കണ്ടം. മലയാള മിഷൻ വിദ്യാർത്ഥി അദീപ് ഗോപി. പടം, പാടം, പടവടി, പട്ടം, പട്ടി, പട്ടിണി, പട്ടണം, പത്ത്, പത്തായം, പണം, പടി, പാണി, പുരം, പുര, പല, പലക, പാലം, പത, പാത, പതി, പാതി, പൂതി, പൂച്ചി, പന, പനി, പാന, പാനി, പീനം, പന്നി, പയ്യ്, പൂവ്, പൂവൻ, പാപം, പാവ, പാവയ്ക്ക, പാവട, പായസം, പാൽ, പഴം, പഴി, പള്ള, പള്ളി, പുറം, പുട്ട്, പത്മം, പല്ല്, പലി, പുൽപുല്ല്, പുലപാലം, പിടി, പിട, പിണ്ടി, പിണ്ടം, പണ്ടം, പാട്, പാട്ട്, പാട്ടം, പാട്ട, പൂജ, പൂജാരി, പാമ്പ്, പെണ്ണ്, പെട്ടി, പെരുമ, പേൻ, പേന, പേട, പേടി, പേരക്ക, പശ, പശി, പശു, പൊതി, പൊരി, പൊടി, പൊന്ന്, പൊട്ട്, പൊട്ടം, പൊട്ടി, പൊയ്യ്, പച്ച, പിച്ച, പിച്ചകം, പിച്ചള, പൂച്ച, പേമാരി, പേരാൽ, പോര്, പോരാളി, പന്തം, പന്തി, പന്തയം, പപ്പടം. നാസിക് മേഖലയിൽ നിന്നും കണിക്കൊന്ന വിദ്യാർത്ഥിനി അനുഗ്രഹ. ഞാൻ അനുഗ്രഹ. ഞാൻ തിടുക്കെ നഗർ നാസിക് സെൻറ്ററിൽ നിന്നാണ്. ഇന്ന് ഞാൻ പറയാൻ പോണത് വെച്ചിട്ട് കുറച്ച് വാക്കുകളാണ്. അച്ഛൻ, അമ്മ, അനുഗ്രഹ, അട, അടി, അവൾ, അറിവ്, അത്തം, അടുപ്പ്, അച്ചിങ്ങ, അത്, അച്ചമ്മ, അന്നം, അവൻ, അവൾ, അസൂയ, അഗ്നി, അച്ചി, അല, അമ്മൂമ്മ, അമ്മവൻ, അമ്മി, അറം, അധികം, അറ, അക്കിടി, അടുപ്പം, അപ്പം, അകലം, അമ്മായി, അനക്കം, അനിയൻ, അനിയത്തി, അർത്ഥം, അനുവാദം, അവിട്ടം, അതിർത്തി, അരിശം, അവധി, അനുഭവം, അജീർണം, അരുവി, അനകം, അച്ചു, അനച്ച്, അസൽ, അമ്പാലം. ഗുജറാത്ത് വി നഗർ ആനന്ദിലെ വൈഷ്ണവി. ഞാൻ വൈഷ്ണവി പി നമ്പ്യാർ, വി നഗർ ആനന്ദിലെ കണിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ഈ വെച്ച വാക്കുകളാണ് പറയാൻ പോകുന്നത്. ഇല, ഇമ, ഇഷ്ടം, ഇമ്പം, ഇന, ഇഞ്ചി, ഇച്ചാച്ചൻ, ഇടവക, ഇക്കൽ, ഇങ്ങനെ, ഇഞ്ചക്ഷൻ, ഇക്കര, ഇക്ക, ഇക്കു, ഇക്കുരി, ഇരയത്ത്, ഇച്ഛ, ഇത്തിൽ, ഇത്തിരി, ഇവിടെ, ഇര, ഇഴ, ഇക്കക്ക, ഇണങ്ങി, ഇത്ര. ഇംഗ്ലീഷ്. ഇത്തിരി നേരം, ഇല്ലം, ഇലക്കി, ഈരൻ. നന്ദി. തമിഴ്നാട് ചാപ്റ്ററിലെ സൂര്യകാന്തി വിദ്യാർത്ഥിനി ആർദ്ര ബിജോയ്. ഞാൻ ആർദ്ര ബിജോയ്, സെന്റ് തോമസ് സീറോ മലബാർ ചർച്ചിലെ സൂര്യകാന്തി വിദ്യാർത്ഥി. അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, അനുജൻ, അനുജത്തി, അവൾ, അവൻ, അമ്മാവൻ, അമ്മായി, അരി, അട, അച്ചാർ, അപ്പം, അവൽ, അരയെണ്ണം, അണ്ണാൻ, അരണ,
അക്ഷരം, അഞ്ച്, അരുവി, അക്കം, അശരീരി, അംബുജം, അക്കരെ, അമൂല്യം, അങ്ങാടി, അത്തം, അവിട്ടം, അന്താക്ഷരി, അസുരൻ, അലസൻ, അമ്പാടി, അമ്പലം, അട്ട, അലസത, അസൂയ, അഹങ്കാരം, അനന്തം, അങ്കനവാടി, അരം, അരക്കല്ല്, അമ്പാടി, അയൽക്കാരൻ, അഗ്നി, അന്യാവശ്യം, അപമാനം, അന്യൻ, അഭിമാനം, അഭിനയം, അനുസരത, അനുഭവം, അകം, അനുഗ്രഹം, അത്യാഗ്രഹം, അനേകം, അമിതം, അവസാനം, അപ്രകാരം, അടിമ, അനീതി, അളവ്, അസത്യം, അത്യുന്നതൻ. അമ്മ മലയാളം ഉമ്മ മലയാളം. റേഡിയോ മലയാളം എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. മലയാളം മിഷൻ ഭൂമി മലയാളം റേഡിയോ മലയാളം അക്ഷരോത്സവം 2020 പ്രത്യേക പരിപാടി. കഥ പറച്ചിൽ. പോണ്ടിച്ചേരി ചാപ്റ്ററിലെ ആമ്പൽ വിദ്യാർത്ഥിനി ജോസ്ന ജോഷി. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ജോസ്ന ജോഷി. പോണ്ടിച്ചേരി മലയാളം മിഷനിലെ ആമ്പൽ പഠിതാവാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ബോധിധർമ്മനെ കുറിച്ചാണ്. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ ബോധിധർമ്മൻ ആരാണെന്ന്? പണ്ട് 1400 വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ പല്ലവ രാജവംശത്തിലെ രാജാവിൻ്റെ 3ാമത്തെ പുത്രനായിരുന്നു ബോധിധർമ്മൻ. ബോധിധർമ്മൻ ചെറുപ്പം മുതലേ ആയോധന കലകളിലും ബുദ്ധിസാമർഥ്യത്തിലും ആയുർവേദ ചികിത്സാ രീതികളിലും നോക്കുമർമ്മത്തിലും അഗ്രഗണ്യനായിരുന്നു. നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ, നോക്കുമർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഒരാളുടെ കണ്ണിൽ നോക്കി അവരെ നിയന്ത്രിക്കുന്ന വിദ്യയാണ് നോക്കുമർമ്മം. കേട്ടോ, ഇന്നുകാലത്ത് നിലനിന്നിരുന്ന പല മഹാമാരികൾക്ക് പോലും അദ്ദേഹം അന്ന് മരുന്ന് കണ്ടുപിടിച്ചിരുന്നു. അവരുടെ നാട്ടിലെ മഹാമാരികളെ സുഖപ്പെടുത്തിയിരുന്നത് അദ്ദേഹമായിരുന്നു. ബോധിധർമ്മന് രാജഭരണത്തിൽ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം സന്യാസ ജീവിതമായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെയിരിക്കെ 27ാം ബുദ്ധൻ ചൈനയിൽ നിന്ന് ബോധിധർമ്മനെ കുറിച്ചറിഞ്ഞ് പല്ലവ രാജ്യത്തിൽ എത്തിച്ചേർന്നു. ബുദ്ധൻ ബോധിധർമ്മനെ നിറയെ വിദ്യകളും ചികിത്സാ രീതികളും പഠിപ്പിച്ചു. പിന്നീട് ബോധിധർമ്മനോട് ചൈനയിലേക്ക് പോകാൻ പറഞ്ഞു. ബോധിധർമ്മൻ ഈ വിവരം അച്ഛനായ രാജാവിനെ ധരിപ്പിച്ചു. എന്നാൽ രാജാവ് അതിന് സമ്മതിച്ചില്ല. കാരണം അടുത്ത രാജാവായി ബോധിധർമ്മനെ വാഴിക്കാനായിരുന്നു രാജാവ് കരുതിയിരുന്നത്. ബോധിധർമ്മൻ രാജാവിനോട് ഒരു ചോദ്യം ചോദിച്ചു. എൻ്റെ മരണത്തെ നിങ്ങൾക്ക് തടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഇവിടെ തുടരാം എന്നും അല്ലെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കുക എന്നും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ രാജാവ് ഉത്തരം മുട്ടി. അങ്ങനെ ബോധിധർമ്മൻ കപ്പൽ മാർഗം വഴി ഇന്തോനേഷ്യയിൽ എത്തി. അവിടെ നിന്ന് ചൈനയിലേക്കും. ചൈനയിലെ രാജാവും പ്രജകളും അടുത്ത ബുദ്ധനെ വരവേൽക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ബോധിധർമ്മനെ കണ്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ അവർ വരവേറ്റു. ബോധിധർമ്മൻ ചൈനയിലെ ജനങ്ങളെ ആയോധകലകളും നോക്കുമർമ്മവും പഠിപ്പിച്ചു. അങ്ങനെ നിറയെ കാലം ബോധിധർമ്മൻ ചൈനയിൽ ജീവിച്ചു. എന്നാൽ ബോധിധർമ്മന് അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് തോന്നി. ഈ വിവരം ബോധിധർമ്മൻ രാജാവിനെ അറിയിച്ചു. എന്നാൽ രാജാവിന് അത് ഒട്ടും ഇഷ്ടമായില്ല. കാരണം ബോധിധർമ്മനെ ഒരു ദൈവത്തെ പോലെയാണ് അവർ കരുതിയിരുന്നത്. അദ്ദേഹം ഇവിടെ നിന്ന് പോയാൽ നമ്മുടെ നാടിൻ്റെ ഐശ്വര്യവും മറ്റു നാടുകളിലേക്ക് പോകുമോ എന്നവർ ഭയന്നു. അതിനാൽ ബോധിധർമ്മനെ കൊല്ലാൻ അവർ തീരുമാനിച്ചു. ബോധിധർമ്മന് കഴിക്കുന്ന ആഹാരത്തിൽ വിഷം കലർത്തി കൊടുത്തു. അദ്ദേഹം ഇതിൽ വിഷമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് ഭക്ഷിച്ചു. കുറച്ച് നിമിഷങ്ങൾക്കകം അദ്ദേഹം മരിച്ചു വീണു. അദ്ദേഹത്തെ ഒരു ഗുഹയിൽ അവർ മറവ് ചെയ്തു. 3 വർഷങ്ങൾക്ക് ശേഷം ഹിമാലയത്തിൻ്റെ ഒരു ഭാഗത്ത് ചൈനയിലെ രാജാവിൻ്റെ ഒരു ഭടൻ ബോധിധർമ്മനെ ഒരു കാലിൽ മാത്രം ചെരുപ്പ് കൊണ്ട് കണ്ടുമുട്ടി. ഭടൻ ബോധിധർമ്മനോട് ചോദിച്ചു, അങ്ങ് എന്താണ് ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങൾ ചെന്ന് നിങ്ങളുടെ രാജാവിനോട് ചോദിക്കുക എന്നായിരുന്നു. ഭടൻ ചെന്ന് രാജാവിനോട് വിവരം പറഞ്ഞു. വിശ്വസിക്കാനാവാത്ത രാജാവ് ബോധിധർമ്മനെ അടക്കം ചെയ്ത ഗുഹ തുറന്നു നോക്കിയപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ശരീരമില്ലായിരുന്നു. ഒരു ചെരുപ്പ് മാത്രം കിടക്കുന്നത് കണ്ടു. അപ്പോഴാണ് രാജാവിന് ഒരു കാര്യം മനസ്സിലായത്.
അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന്. ചൈനയിൽ ബോധിധർമ്മൻ്റെ സ്മാരകവും ആയോധ കലകളും നിലനിൽക്കുന്നു. പിന്നെ ചെറിയൊരു കഥ കൂടിയുണ്ട് കേട്ടോ. ബോധിധർമ്മൻ വളരെ കോപിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ധ്യാനനിരന്തനായി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായി ധ്യാനിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം തൻ്റെ സ്വന്തം കൺപോളകൾ മുറിച്ച് മണ്ണിലേക്ക് എറിഞ്ഞു. ആ കൺപോളകൾ മണ്ണിൽ കിടന്ന് മുളച്ചാണത്രേ തേയിലച്ചെടികൾ ഉണ്ടാകാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ചൈന തേയിലകളുടെ നാടെന്നും അറിയപ്പെടുന്നത് എന്നും ചൈനയിലെ ചരിത്ര പുസ്തകങ്ങളിൽ പറയപ്പെടുന്നു. എന്നാൽ നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നില്ല. കാരണം പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ഓരോ രാജവംശവും മറ്റൊരു രാജവംശം വന്നു കഴിയുമ്പോൾ പഴയ രാജവംശത്തിലെ താളിയോലകളും മറ്റും നശിപ്പിച്ചു കളയുമായിരുന്നു. എന്നാൽ ബോധിധർമ്മൻ്റെ ജീവിതം ചരിത്രമായി ബന്ധപ്പെട്ട ഒരു സിനിമ തമിഴ്നാട്ടിൽ വന്നു. അതിൻ്റെ പേര് ഏഴാം അറിവ് എന്നാണ്. കൂട്ടുകാരെല്ലാവരും ആ സിനിമ കാണണം. എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. കിളിവാതിൽ മലയാളം മിഷൻ പഠന കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. അഹമ്മദാബാദ് സബർമതി ചാപ്റ്ററിലെ കണിക്കൊന്ന വിദ്യാർത്ഥി ധനുഷ് MS. എൻ്റെ പേര് ധനുഷ് MS. ഞാൻ അഹമ്മദാബാദ് സബർമതി വാർഡിലെ കണിക്കൊന്ന വിദ്യാർത്ഥിയാണ്. നവംബർ 1 കേരള പിറവി ദിനം. എൻ്റെ പ്രതിജ്ഞ: ഭൂമി മുഴുവൻ പടർന്നു കിടക്കുന്ന ബൃഹത്തായ മലയാളി സമൂഹത്തിൻ്റെ ഭാഗമാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ലോക സംസ്കാരത്തിനും സാഹിത്യത്തിനും മലയാളവും മലയാളികളും ചെയ്ത സംഭാവനകൾ എന്നെ ആഹ്ലാദിപ്പിക്കുന്നു. മലയാളിയുടെ മതാതീതമായ സൗഹൃദവും നവോത്ഥാനത്തിലൂടെ മലയാളികൾ കൈവരിച്ച് ആധുനികമായ അവബോധവും എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. മലയാളിയുടെ സമത്വ ഭാവനയെ ഞാൻ ആദരിക്കുന്നു. എൻ്റെ ഭാഷ ഞാൻ ലോകത്തെ നോക്കിക്കാണുന്ന രീതിയാണ്. എൻ്റെ ഓർമ്മകളും അനുഭവങ്ങളും ഭാവനയും രൂപപ്പെടുത്തുന്നതിൽ അതിന് പ്രധാനമായ പങ്കുണ്ട്. മലയാളം എൻ്റെ സത്വത്തെ നിർവചിക്കുന്ന ആദ്യ ഘടകമാണ്. ഈ രാജ്യത്തും ലോകത്തിലെവിടെയും ഒരു മലയാളി എന്ന നിലയിൽ തന്നെ ഞാൻ എന്നെ തിരിച്ചറിയുന്നു. ഭൂമിയുടെ ഏത് കോണിൽ ജീവിച്ചാലും എൻ്റെ ഭാഷയെ ഞാൻ വിസ്മരിക്കുകയില്ല. വരും തലമുറകളിലേക്കും ആ ഭാഷയും അതിലൂടെ ഞാൻ അവകാശമാക്കിയ സംസ്കാരവും പകരാൻ പരമാവധി പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. താങ്ക് യു. ഇത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. കിളിവാതിലിൽ ഇനി വള്ളുവനാട്ടിലെ നാടൻ പാട്ടുകളെ കുറിച്ച് കേൾക്കാം. അവതരണം PT മണികണ്ഠൻ പന്തല്ലൂർ, മലയാള മിഷൻ റിസോഴ്സ് അധ്യാപകൻ. ചവിട്ടുകളിപ്പാട്ടിൽപ്പെട്ട മറ്റൊരു വിഭാഗം പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വള്ളുവനാട്ടിലെ നാടൻ പാട്ടിൻ്റെ നാടൻ സംസ്കൃതിയുടെ എണ്ണപ്പെട്ട ഏടുകൾ തന്നെയാണ് കാളകളിപ്പാട്ടുകൾ.
ഈ കാളകളിപ്പാട്ടുകൾക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള കാളകളിപ്പാട്ടുകൾ കുറേ ഉണ്ട്. നമ്മളിപ്പോൾ നാടൻപാട്ട് സംഘങ്ങളൊക്കെ പാടുന്ന കാളകളിപ്പാട്ടുണ്ട്. ആ കാളകളിപ്പാട്ട് നമുക്കറിയാം, നമ്മൾ കേട്ട പാട്ടുകളാണ് അതൊക്കെ. അതിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ ഒരുപാട് നാടൻപാട്ട് സംഘങ്ങൾ പാടി നടക്കുന്ന ഒരു പാട്ട്, ഇഷ്ടംപോലെ വേദികളിൽ പാടി കേട്ട പാട്ടെന്നറിയാം. അത് കളയോ കളയോ കളക്കിടാവേ തെയ്ത, കളയോ കളയോ കളക്കിടാവേ തെയ്ത, നാട്ടിലെ കട്ടച്ചൻ്റെ ആരംഭങ്കാളേ തെയ്ത, ആരുടെ ആരുടെ ആരംഭങ്കാളേ തെയ്ത, ആരുടെ ആരുടെ ആരംഭങ്കാളേ തെയ്ത, ആരുടെ ആരുടെ ആരംഭങ്കാളേ തെയ്ത. ഈ നാട്ടിലെ നാട്ടച്ചൻ്റെ ആരംഭങ്കാളേ തെയ്ത, ഈ നാട്ടിലെ നാട്ടച്ചൻ്റെ ആരംഭങ്കാളേ തെയ്ത, കളയോ കളയോ കളക്കിടാവേ തെയ്ത. ഇത് വലിയൊരു പാട്ടാണ്, വളരെ ആവേശത്തോടു കൂടി പാടുന്ന പാട്ടാണ്. അതിൽ കുറച്ച് വരികൾ മാത്രമാണ് ഞാനിവിടെ പാടിയത്, വേറെ കുറച്ച് 1-2 വരി മാത്രം. ഇങ്ങനെ കാളകളിപ്പാട്ട് എന്ന് പറയുന്നത്, കാളകൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. കാളകളും പോത്തുകളും. കാളകൾക്ക് മൂരി എന്ന് പറയും. നമ്മൾ ഈ വള്ളുവനാടൻ ഭാഗത്തേക്കൊക്കെ തന്നെ മൂരികൾ, മലബാർ പ്രദേശത്തേക്ക് മൂരികൾ എന്ന് പറയും. മൂരികളെ കന്ന് പൂട്ടാനും വണ്ടി വലിക്കാനും അതുപോലെ തന്നെ ഇവയുടെ വളമായിട്ട് ഇവയുടെ വിസർജ്യം ഉപയോഗിക്കാനും ഒക്കെ തന്നെ, അങ്ങനെ കൃഷിപ്പണിക്ക് മനുഷ്യനെ പോലെ തന്നെ കൂടെ നിന്ന് അധ്വാനിക്കുന്ന ജീവിവർഗം. അതുകൊണ്ടാണല്ലോ നമ്മൾ സാധാരണ പോത്തിനെ പോലെ പണിയെടുത്ത് എന്നുള്ളൊരു ശൈലി തന്നെ നമ്മുടെ നാട്ടിലേക്ക് വന്നത്, മലയാള ഭാഷയിൽ വന്നത് പോത്തിനെ പോലെ പണിയെടുത്താണ്. അപ്പം അങ്ങനെ കുറേ ശൈലികളൊക്കെ നമ്മുടെ നാട്ടിൽ, ചൊല്ലുകളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലേക്ക് പറയുന്നൊരു മണ്ടിയേന് മാത്രം മൈലമൂരിക്കും പടിഞ്ഞു എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ മൈലൻ, ചൂട്ടി, അതേപോലെ തന്നെ വെളുമ്പൻ, ഇങ്ങനെയുള്ള കുറേ പേരുകൾ ഈ കാളകൾക്കുണ്ട്. കാളകൾക്കൊക്കെ പേരിട്ട് വിളിക്കുന്നു. കാളകളെ തേച്ച് കുളിപ്പിക്കുക, അതിന് മേലെ എണ്ണ തേച്ച് കൊടുക്കുക, രോഗം വന്നാൽ നാട്ടുവൈദ്യം കൊണ്ട് ചികിത്സിക്കുക, വിശ്രമിക്കാൻ വിടുക. ഇങ്ങനെ വളരെ സ്വന്തം മക്കളെപ്പോലെ ആൾക്കാർ ഈ കാളകളെ സ്നേഹിച്ചിരുന്നു. എത്ര ഏരി കന്നുണ്ട്? ഏരി 2 കന്നുകൾ കൂടിയതാണ് ഏരി. എത്ര ഏരി കന്നുണ്ട് ആ തറവാട്ടിൽ? അത് വലിയ പേരാ. ആരുടെ കന്നിനെയാണ് ഞാൻ പൂട്ടുന്നത് എന്ന് പറയുന്നത് അഭിമാനമാണ്. ഇന്ന തറവാട്ടിലെ കന്നുകളാണ് ഞാൻ പൂട്ടുന്നത്, അത് വേറെ അഭിമാനം. അങ്ങനെ ഈ ഒരു അഭിമാനത്തിൻ്റെ ചിഹ്നമായി മാറുന്ന കാളകൾ, ഈ കാളകൾ തന്നെ കുറേ ആൾക്കാരുടെ കലാ സംസ്കാരത്തിൻ്റെയും കൂടി അടയാളങ്ങളായി മാറുകയാണ്. അങ്ങനെയാണ് കാളകളിപ്പാട്ടുകൾ ഉണ്ടാവുന്നത്. കാളകളിപ്പാട്ടുകളിൽ കാളകൾ നമ്മളെ ഈ ഭാഗത്തൊക്കെ തന്നെ ചില കാവുകളിലെ വേലകൾ, അതേപോലെ തന്നെ താൽപ്പിലി എന്നൊക്കെ പറയും, താലപ്പൊലി, വേല, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ അറിയിപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കാളകളി നടത്താറുണ്ട്. അത് മാത്രമല്ല, മൂന്നിയൂർ എന്ന സ്ഥലത്തുള്ള കളിയാട്ടക്കാവിൽ കാളകൾക്ക് പ്രാധാന്യമുള്ള കളി ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആൾക്കാർ പൊയ്കാളകളെ കെട്ടിയുണ്ടാക്കി 2 രീതിയിൽ കാളകളുണ്ട്. ഒന്ന് വൈക്കോല് കൊണ്ട് കാളയുടെ രൂപം ഉണ്ടാക്കി, അത് വെള്ള തുണി കൊണ്ട് അതിൻ്റെ ദേഹം പൊതിഞ്ഞ് വാലൊക്കെ വെച്ച് അതിൻ്റെ കഴുത്തിലൊരു ചുവന്ന പട്ട് ചുറ്റി കണ്ണൊക്കെ വരച്ച് കൊമ്പൊക്കെ ഉണ്ടാക്കി കാളയെ ഒരു പ്രത്യേകമായിട്ടുള്ള എച്ച് എന്ന് പറയുന്ന അടയാളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാൻഡിൻ്റെ മുകളിൽ 4 കാലിൽ ഉറപ്പിച്ച് നിർത്തി ഒരാളൊറ്റയ്ക്കും 1-ൽ കൂടുതൽ പേരും കളിപ്പിക്കുന്ന കാളമുണ്ട്. അതനുസരിച്ച് പറച്ചണ്ട കൊട്ടി ഒരു പ്രത്യേക താളത്തിൽ ചുവട് വെച്ച് വീടുകൾ തോറും കയറിറങ്ങി ഉത്സവത്തിൻ്റെ സന്ദേശമെത്തിക്കുന്ന കാളകളിക്കാർ. അവർ നാട്ടിൻപുറത്ത് സാധാരണമായൊരു കാഴ്ചയായിരുന്നു മുമ്പ്. മറ്റൊന്ന്, ഈ മൂന്നിയൂർ പ്രദേശത്ത്, മൂന്നിയൂർ ഞാൻ പറഞ്ഞ കളിയാട്ടക്കാവിൽ ഉള്ള കാള, അത് പരിപൂർണമായി നിർമ്മിക്കുന്ന കുരുത്തോല കൊണ്ടാണ്. കുരുത്തോല കൊണ്ട് കാളയെ നിർമ്മിച്ച് അതിനെ ഇതേപോലെ സ്റ്റാൻഡിന് മുകളിൽ ഉറപ്പിച്ച്
വളരെ ആയാസകരമായിട്ടുള്ള ഒരു കനം കൂടുതലാണ് അതിൽ. എന്നാലും അതിനെ ചുമലിലേറ്റി ഈ പറച്ചെണ്ണയുടെ താളത്തിൽ ഒയിച്ചാ 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 ഒരു പ്രത്യേക താളത്തിൽ ഇങ്ങനെ ചുവട് വെച്ച് കളിക്കുന്ന അതിമനോഹരമായ കാളകളി നമ്മുടെ ഈ ഭാഗത്ത് കാണാൻ കഴിയും. അപ്പോൾ ഇതല്ലാതെ തന്നെ ഈ വലിയ കാളത്തല ഉണ്ടാക്കിയിട്ട് പാലക്കാട് ജില്ലയിലൊക്കെ കാണാൻ പറ്റുന്ന ഈ കാളയുടെ എഴുന്നള്ളിപ്പ്, വേലവരവ്, ഓരോ ഗ്രാമത്തിൻ്റെ വേലവരവുണ്ട്. ആ വേലവരവിൽ ഈ വലിയ കാളത്തല ഉണ്ടാക്കി, മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വലിയ കാളത്തലകളെ വലിയ വാഹനത്തിൽ കയറ്റിയിട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവരും. അപ്പോൾ തല മാത്രമാണ് ഉണ്ടാക്കേണ്ടത്, ബാക്കി എല്ലാ ഭാഗങ്ങളും മാലയൊക്കെ തൂക്കി നല്ല ഭയങ്കരമായിട്ടുള്ള കളർ ബൾബുകളൊക്കെ വെച്ച് അലങ്കരിച്ച് ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കി ഉണ്ടാക്കുന്ന കാളവരവ്. അത് ഓരോ പ്രദേശത്തിൻ്റെ, ഓരോ ദേശത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അവരുടെ ഒരു ഗരിമ കാണിക്കാനുള്ള അത്തരത്തിലുള്ള ചില എഴുന്നള്ളിപ്പുകൾ കാളയുടെ അത് കാണാറുണ്ട്. എന്നാൽ നമ്മുടെ ഈ മൂന്നിയൂർ പോലുള്ള പ്രദേശങ്ങളിൽ കാളകളി ഉപയോഗിക്കുന്ന ഈ പൊയ്കാള എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ഈ ഉത്സവങ്ങളുടെ വരവറിയിച്ചു കൊണ്ടുള്ള വീടുകൾ തോറും ഈ വേലയുടെയൊക്കെ വരവറിയിച്ചു കൊണ്ടുള്ള ഈ മുത്തൻ്റെ കാള എന്ന് പറയുന്ന ഈ കാള യഥാർത്ഥത്തിൽ വളരെ എന്താ പറയുക, പ്രകൃതിയുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു സാധനമാണ്. വൈക്കോലും കുരുത്തോലൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ കാളയെ നിർമ്മിക്കുന്നത്. അപ്പോൾ അത്രമേൽ എന്താ പറയുക, ഒരു പ്രകൃതിക്ക് ഒരു ദോഷവും തങ്ങളാൽ ഉണ്ടാവരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്ന് അത് കണ്ടെത്തിയിട്ടുള്ള ആൾക്കാരുടെ ഒരു കലാരൂപമായിട്ട് കാളകളിയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ കാളകളി പാട്ടിൽ ഒരു പാട്ട് നോക്കൂ നിങ്ങൾ. ഈ കാളകളുടെ പേരുകളൊക്കെ ഇവർ പ്രയോഗിക്കുന്നുണ്ട്. ഒറ്റക്കൊമ്പ മൈലഞ്ചൂട്ട കൊമ്പരസി കുത്തല്ലജ്ജ്, ഒറ്റക്കൊമ്പ മൈലഞ്ചൂട്ട കൊമ്പരസി കുത്തല്ലേജ്, കൊമ്പരസി കുത്തിയ എൻ്റെ മറ്റേ കൊമ്പും പൊട്ടിപ്പോവോ, കൊമ്പരസി കുത്തിയ എൻ്റെ മറ്റേ കൊമ്പും പൊട്ടിപ്പോവോ, മൈലമ്പുള്ളി നിൻ്റെ നിറം പറ്റില്ല, നുഖം വെച്ചാൽ നീ നിലം പറ്റല്ലേ. അപ്പോൾ കളിയൊക്കെയാണ് കാളേനെ, മറ്റവൻ്റെ കാളേനെ കളിയൊക്കെയാണ്. അപ്പോൾ ഈ നമ്മളെ കാളേനേക്കാൾ മോശമാണ് മറ്റേ കാള എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാളകളെ കളിയാക്കുന്നതാണ്. അതാണ് മൈലമ്പുള്ളി നിൻ്റെ നിറം പറ്റില്ല, നുഖം വെച്ചാൽ നീ നിലം പറ്റല്ലേ. നോക്കൂ നിങ്ങൾ, അതിൻ്റെ ഒരു പ്രാസം കണ്ടോ. ഭാഷാപരമായിട്ട് എഴുതാനും വായിക്കാനും ഒന്നും അനുവാദമില്ലാതിരുന്ന ഒരു സമൂഹം തങ്ങളുടെ വാമൊഴികളായിട്ട് പോലും ഉണ്ടാക്കിയ ഈ പാട്ടുകളുടെ ഭാഷാപരമായ ദ്വിതീയാക്ഷരപ്രാസം, അന്ത്യാക്ഷരപ്രാസം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഭാഷാശാസ്ത്രകാരന്മാർ പിന്നീട് കണ്ടെത്തി ആ രീതിയിലേക്ക് കവിത ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസം നേടാതെ പോയിട്ടുള്ള ഈ ഏതോ ഒരു ഉണ്ടാക്കിയിട്ടുള്ള ഈ പാട്ടുകൾ ആ പ്രാസമൊക്കെ കാണാൻ കഴിയുമെന്നുള്ള. അപ്പോൾ പ്രാസം എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ സർഗശേഷിയുടെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ വള്ളുവനാട്ടിലെ നാടൻ പാട്ടിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ അതിൽ നോക്കൂ, അതിൽ ഒരു തന്നെ പാട്ട് തുടരുകയാണ്. പാട്ട് ഈ മൂരികളെ പറ്റി, കാളകളെ പറ്റി പറയണം അവര്. കക്കണ കള്ള കാട്ടരക്ക, കക്കണ കള്ള കാട്ടരക്ക, ഇങ്ങണി വാല സൂചിക്കൊമ്പ, അനക്കുള്ളൊരു വടവും കയറും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടേ, അനക്കുള്ളൊരു വടവും കയറും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പോൾ ഈ കാളയ്ക്കുള്ള വടവും കയറൊക്കെ അതിനെ തളയ്ക്കാനുള്ള ശേഷി എനിക്കുണ്ട്, നീ എത്ര കേമനാണെങ്കിലും നിന്നെ തളയ്ക്കാനുള്ള ശേഷി എനിക്കുണ്ട് എന്ന് പറയുന്ന ആ പാട്ട്. അപ്പോൾ ആ രീതിയിലേക്ക് ഇങ്ങനെയുള്ള ധാരാളം ഈ കാളകളി പാട്ടുകൾ, കാളയുമായി ബന്ധപ്പെട്ട് കാളകളി പാട്ടുകൾ തന്നെ ഉണ്ട്, കാളകൾ കഥാപാത്രങ്ങളായി വരുന്ന പാട്ടുകളുണ്ട്. ഇത് നമ്മുടെ ഈ നാടൻ പാട്ടിൻ്റെ ഈ പ്രദേശത്തുള്ള വള്ളുവനാടൻ പ്രദേശത്തുള്ള ഒരു വിഭാഗം പാട്ടുകളാണ്. ഇതിലൊക്കെ ഒരുപാട് ഗവേഷണം ഇനി നടക്കേണ്ടതുണ്ട്. നമുക്ക് ഇത്തരത്തിലുള്ള ഈ വള്ളുവനാട്ടിലെ നാടൻ പാട്ടുകളുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. സ്നേഹത്തോടെ ഞാൻ നിങ്ങളുടെ PT മണികണ്ഠൻ, പന്തലൂർ. മലയാളം മലയാളം റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. കിളിവാതിലിൽ ഇനി കഥകളി സംഗീതം കേൾക്കാം. അവതരണം സാന്ദ്ര എസ് വാര്യർ, അധ്യാപിക, ഡൽഹി മലയാള മിഷൻ. നളചരിതം 4-ാം ദിവസം. അത്യാശ്ചര്യം വൈഭവം
ബാഹുകീയം ദൂത്യാ പ്രീത്യാ വേദിതം ഭീമപുത്രീ സത്യാ കേട്ട നേരം നിനച്ചു മൂർത്തിയാ ഗൂഢം പ്രാപ്തമേവം സ്വകാന്തം നൈഷധൻ ഇവൻ താനൊരു നൈഷധൻ ഇവൻ താനൊരു നൈഷധൻ ഇവൻ താനൊരു ഈശനില്ലാമേ നിർണയം താനൊരു ഈശനില്ലാമേ നിർണയം വേഷമീ വണ്ണമാകെ വേഷമീ വണ്ണമാകെ ദോഷമെന്തെനിക്കിപ്പോൾ വേഷമീ വണ്ണമാകെ ദോഷമെന്തെനിക്കിപ്പോൾ വേഷമീ വണ്ണമാകിൽ ദോഷമെന്തെനിക്കിപ്പോൾ ഒന്നേ നിനക്കും നേരമൊഴിയേ നളനിതെന്നു ഒന്നേ നിനക്കും നേരം മൊഴിയേ നളനിതെന്നു തന്നെ ഉറപ്പതുള്ളിൽ വഴിയേ നളനിതെന്നു തന്നെ ഉറപ്പതുള്ളിൽ വഴിയേ വേഷം കാണുമ്പോൾ വന്നിടാദോഷം നിന്നാലൊഴിയെ വേഷം കാണുമ്പോൾ വന്നിടാദോഷം നിന്നാലൊഴിയെ വന്നതെൻ പ്രാണസന്ദേഹമാവൽ സിന്ധു ചുഴിയെ വന്നതെൻ പ്രാണസന്ദേഹമാവൽ സിന്ധു ചുഴിയെ തോന്നുന്നതെല്ലാം ഉന്മയോ നേരാരു ചൊൽവതമ്മയോ തോന്നുന്നതെല്ലാം ഉന്മയോ നേരാരു ചൊൽവതമ്മയോ ഇവനോടു ചേർന്നാൽ നന്മയോ ഇവനോടു ചേർന്നാൽ നന്മയോ ചാരിത്രത്തിനു വെണ്മയോ ചാരിത്രത്തിനു വെണ്മയോ അറിയാവതല്ലേ വെണ്മയോ അറിയാവതല്ലേ നൈഷധൻ ഇവൻ താനൊരു ഈശനെല്ലാമേ നിർണയം മാതാവേ
മാതാവെ ചെന്നു കാണുന്നേ ത്രൈലോക്യത്തിനു മാതാവെ ചിന്തിച്ചു ഞാൻ മുന്നേ നന്മക്കു ലോകനാഥാനുഗ്രഹം പോരുമുന്നേ നന്മക്കു ലോകനാഥാനുഗ്രഹം പോരുമുന്നേ ധർമ്മസങ്കരുടെ മാതാവെനിക്കു നളൻ തന്നെ ധർമ്മസങ്കരുടെ മാതാവെനിക്കു നളൻ തന്നെ അതിലോകരമ്യചേഷ്ടിതൻ ഹതദൈവപാശവേഷ്ടിതൻ അതിലോകരമ്യചേഷ്ടിതൻ ഹതദൈവപാശവേഷ്ടിതൻ ഖലനാശയാഗദീക്ഷിതൻ ഖലനാശയാഗദീക്ഷിതൻ അനുപേക്ഷണീയൻ ദീക്ഷിതൻ അനുപേക്ഷണീയൻ ദീക്ഷിതൻ ദേശപ്രച്ഛന്നൻ ദീക്ഷിതൻ ദേശപ്രച്ഛന്നൻ നൈഷതൻ ഇവൻ താനൊരു ഈശലെല്ലാമേ നിർണയം എൻ കാന്തനെന്നോടുണ്ടോ വൈരം എൻ കാന്തനെന്നോടുണ്ടോ വൈരം ഇല്ലെന്നിരിക്കിൽ എൻ കാന്തനെന്നോടുണ്ടോ വൈരം ഇല്ലെന്നിരിക്കിൽ എന്തേ തുടങ്ങി ഇപ്രകാരം ഇല്ലെന്നിരിക്കിൽ എന്തേ തുടങ്ങി ഇപ്രകാരം എനിക്കു ഘോരവൻ കാട്ടിൽ ആരുപോൽ പരിവാരം എനിക്കു ഘോരവൻ കാട്ടിൽ ആരുപോൽ പരിവാരം ഏതു ചെയ്താലും വന്ദിപ്പതിനിങ്ങധികാരം ഏതു ചെയ്താലും വന്ദിപ്പതിനിങ്ങധികാരം പാപമേ താപകാരണം അതെല്ലാം ഇന്നു തീരണം പാപമേ താപകാരണം അതെല്ലാം ഇന്നു തീരണം വിരഹം മേ മർമ്മധാരണം വിരഹം മേ മർമ്മധാരണം അതിലേറെ നല്ലു മാരണം അതിദാരുണം മാരണം അതിദാരുണം നൈഷധൻ ഇവൻ താനൊരു ഈശലെല്ലാമേ നിർണയം ഇത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. മലയാളം മിഷൻ ഭൂമി മലയാളം റേഡിയോ മലയാളം അക്ഷരോത്സവം 2020 പ്രത്യേക പരിപാടി. കഥ പറച്ചിൽ. ഗുജറാത്ത് മലയാള മിഷനിൽ നിന്നും ആമ്പൽ വിദ്യാർത്ഥിനി വൃന്ദ രാമചന്ദ്രൻ. നമസ്കാരം, ഞാൻ വൃന്ദ രാമചന്ദ്രൻ നായർ, ആമ്പൽ വിദ്യാർത്ഥിനിയാണ്. ഗുജറാത്തിലെ വൽസാഡിൽ നിന്ന്. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന നാടോടി കഥ ഗുജറാത്തിലെ പ്രശസ്തമായ സോംനാഥ് ക്ഷേത്രത്തെ കുറിച്ചാണ്. ഗുജറാത്തിലെ സൗരാഷ്ട്രയിലാണ് സോംനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവഭഗവാന്റെ 12 ജ്യോതിർലിംഗത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ?
ഭാരതത്തിലെ പല സ്ഥലങ്ങളിലായാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ജ്യോതിർലിംഗമാണ് ഗുജറാത്തിലെ സൗരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന സോമനാഥ് ക്ഷേത്രം. ഇതിനെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ദക്ഷ പ്രജാപതിയുടെ 27 പെൺമക്കളെ ചന്ദ്രദേവൻ വിവാഹം കഴിച്ചു. എന്നാൽ രോഹിണിയെ മാത്രമാണ് ചന്ദ്രദേവൻ കൂടുതൽ സ്നേഹിച്ചത്. ബാക്കി 26 ഭാര്യമാരെ അദ്ദേഹം അവഗണിച്ചു. ഈ അവഗണനയിൽ മനം നൊന്ത് പിതാവായ ദക്ഷ പ്രജാപതിയോട് അവർ കാര്യം പറഞ്ഞു. ദക്ഷ പ്രജാപതി മരുമകനായ ചന്ദ്രദേവനോട് കാര്യം തിരക്കി. നീ നല്ലവനാണെന്ന് തോന്നിയത് കൊണ്ടാണ് എന്റെ 27 പെൺമക്കളെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. നീ 27 പേരെയും ഒരേപോലെ സ്നേഹിക്കണം. ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന ഉറപ്പു നൽകിയതോടെ ദക്ഷ പ്രജാപതി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ രോഹിണിയെ ഒഴികെ മറ്റാരെയും അനുകൂലിക്കില്ല എന്ന് ചന്ദ്രദേവൻ തീരുമാനിച്ചു. മറ്റു ഭാര്യമാരെ നോക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. വീണ്ടും മക്കൾ അവരുടെ പരിഭവം ദക്ഷ പ്രജാപതിയോട് പറഞ്ഞു. കോപിഷ്ഠനായ ദക്ഷ പ്രജാപതി ചന്ദ്രദേവനെ ശപിച്ചു. നീ എന്റെ വാക്കിന് ഒരു വിലയും കൽപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ശപിക്കുന്നു. നിന്റെ വെളിച്ചം മങ്ങിപ്പോകട്ടെ. ചന്ദ്രദേവന്റെ വെളിച്ചം മങ്ങാൻ തുടങ്ങി. അതിനുശേഷം ലോകം മുഴുവൻ ഇരുട്ടിലായി. ഇത് മറ്റെല്ലാ ദൈവങ്ങളെയും വിഷമിപ്പിച്ചു. സഹായത്തിനായി എല്ലാ ദൈവങ്ങളും ബ്രഹ്മദേവനെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. സങ്കടം ബ്രഹ്മദേവനോട് പറഞ്ഞു. എന്നാൽ ബ്രഹ്മദേവൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. നിങ്ങൾ ഈ സംഭവത്തിലൂടെ കടന്നു പോകണം. ഇതിൽ നിന്ന് മോചനം കിട്ടാൻ ഒരു മാർഗമുണ്ട് എന്ന് പറഞ്ഞു. ചന്ദ്രദേവനും മറ്റു ദേവന്മാരും ശിവഭഗവാന്റെ അടുത്ത് ചെന്ന് മഹാമൃത്യുജയ മന്ത്രം ചൊല്ലുകയും അതിൽ തൃപ്തനായ ശിവഭഗവാൻ ഈ ശാപത്തിൽ നിന്ന് ചന്ദ്രദേവനെ മോചിപ്പിക്കുകയും ചെയ്യുമെന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു. അതുപ്രകാരം ശിവലിംഗത്തെ ആരാധിക്കുകയും 6 മാസമായപ്പോഴേക്കും 100 ദശലക്ഷം തവണ മന്ത്രം ചൊല്ലുകയും ചെയ്തു. തപസ്സിന്റെ അവസാനത്തിൽ ശിവഭഗവാൻ ചന്ദ്രദേവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ശിവഭഗവാൻ ചന്ദ്രദേവനോട് പറഞ്ഞു, എന്നോട് എന്തെങ്കിലും വരം ചോദിക്കൂ. ചന്ദ്രഭഗവാൻ തന്റെ തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുകയും പിന്നെ വെളിച്ചം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ശിവഭഗവാൻ നൽകിയ മറുപടി ഒരു വശം വെളിച്ചത്തിലേക്കും പോകുമ്പോൾ മറുവശം ഇരുട്ടിലേക്കും മാഞ്ഞു പോകും എന്നാണ്. ഇതിനുശേഷമാണ് 1 മാസത്തിൽ 2 പക്ഷം വരാൻ തുടങ്ങിയത്. വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും. വെളുത്ത പക്ഷത്തിൽ ചന്ദ്രൻ പൂർണ്ണചന്ദ്രനാവുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ വെളിച്ചം കുറഞ്ഞു വരുന്നതും, കറുത്ത പക്ഷത്തിൽ ഇരുട്ടുള്ളതും പിന്നീടുള്ള ദിവസങ്ങളിൽ ചെറുതായി വെളിച്ചം കൂടി വരുന്നതും കാണാം. ഈ പ്രവണത ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇതിൽ സംതൃപ്തനായ ചന്ദ്രദേവൻ ശിവനെ സ്തുതിക്കുകയും അനുഗ്രഹം സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ശിവന്റെ രൂപം കുറഞ്ഞു വരികയും മുഴുവൻ ചൈതന്യവും ശിവലിംഗത്തിലേക്ക് ആവാഹിക്കുകയും ചെയ്തു. ഈ ലിംഗത്തെയാണ് പിന്നീട് സോമനാഥ് ജ്യോതിർലിംഗ എന്നറിയപ്പെട്ടത്. മറ്റു ദേവന്മാർ ഒരു ക്ഷേത്രം സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും ശിവനും ബ്രഹ്മാവും അവിടെ താമസിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഇവിടെയാണ് പിന്നീട് സോമനാഥ് ക്ഷേത്രം നിർമ്മിച്ചത്. ശിവപുരാണത്തിലെ കോടി രുദ്ര സംഹിതയിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്.
ഇതാണ് സോംനാഥ് ക്ഷേത്രത്തെ കുറിച്ചുള്ള നാടോടി കഥ. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.